യൂത്തിൽ കേരളത്തിലകത്ത് ശബ്ദമുണ്ടാക്കണ്ട എന്ന തീരുമാനത്തിൽ അവരെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. കാരണം അവർ പ്രതിഷേധിക്കുന്നത് നാട് വിട്ടുകൊണ്ടാണ്. എന്തെല്ലാം കുറവുകളുണ്ടോ അതിന്റെ എല്ലാം കാരണം എന്താണ്? എഡ്യൂക്കേഷനിലൂടെ ഒരു സമൂഹത്തെ മോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല വേണ്ട രീതിയിൽ. 3 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അത് 1 നേരമായിട്ട് കുറച്ചിട്ടാണെങ്കിലും യാത്ര ചെയ്യണം എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് യുവതലമുറ മാറി. മലയാളികളെ യാത്ര ചെയ്യാൻ പഠിപ്പിച്ച എന്നുള്ളൊരു വിശേഷണം ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു വിശേഷണത്തിൽ തന്നെ എനിക്ക് പരിചയപ്പെടുത്താനാണ് ഇഷ്ടം. നമ്മുടെ പ്രിയപ്പെട്ട SGK സന്തോഷ് ജോർജ് കുളങ്ങര, വെൽക്കം. താങ്ക് യു. 6ാമത്തെ എഡിഷനാണ് നമ്മുടെ MPIFL. അതുകൊണ്ട് തന്നെ 6 കാര്യങ്ങളിൽ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മലയാളിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ സാറിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ യൂത്തില്, ഇപ്പം പറഞ്ഞതുപോലെ തന്നെ യൂത്തിൽ ഈ ഒരു 5 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്തായിരിക്കും? യൂത്തില് കേരളത്തിലകത്ത് ശബ്ദമുണ്ടാക്കണ്ട എന്ന തീരുമാനത്തിൽ അവരെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. നിരീക്ഷിച്ചിട്ടുണ്ടോ? ക്യാമ്പസുകളും പൊതുസ്ഥലങ്ങളും തെരുവുകളും ഒരു 25 വർഷം മുമ്പ് യുവജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും മുദ്രാവാക്യങ്ങളും കേട്ടിരുന്നതാണ്. ഇപ്പോൾ അത് കേൾക്കാതായി. കാരണം അവർ പ്രതിഷേധിക്കുന്നത് നാട് വിട്ടുകൊണ്ടാണ്. നാടിനെ ഉപേക്ഷിച്ച് അന്യനാടുകളിലേക്ക് കുടിയേറിക്കൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. ഇതിനെ നമ്മളിൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സംശയം. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം ഇതാണ്, അതോടത്തേക്ക് ഞാനിതാ പോകുന്നു, നിങ്ങൾ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് അവർ നാട് വിട്ടു പോവുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ് കേരളം മാറിയില്ലെങ്കിൽ, പഴയ തലമുറയും തീരുമാനമെടുക്കുന്നവരും മാറിയില്ലെങ്കിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കേരളത്തിന്റെ സ്ഥിതി ചിലർ വിശ്വസിക്കുന്നത് ഇവരൊക്കെ പോകുന്നതോടുകൂടി നന്നാകുകയാണെന്നാണ്. അല്ല, അവർ നന്നാവും, നാട് അധോഗതിയിലേക്ക് പോവുകയാണ്. പുതിയ നാമ്പുകളില്ലാത്ത ഒരു കൃഷിയിടത്തിലും ഭാവി ശുഭകരമാവില്ലല്ലോ. അതെ. അപ്പൊ ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ എന്തായിരിക്കും മാറ്റങ്ങൾ? ഭക്ഷണ കാര്യത്തിൽ കുറച്ചുകൂടെ ഗ്ലോബൽ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഭക്ഷണ കാര്യത്തിൽ ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടായ എന്താണ്? ഈ ഹോം ഡെലിവറി സംവിധാനം വന്നതോടുകൂടിയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ പോലുള്ള, യൂബർ ഈറ്റ് ഒക്കെ പോലുള്ള സംവിധാനങ്ങൾ വന്നതോടുകൂടി ഏത് ഗ്രാമത്തിലും ഇന്ന് ആളുകളുടെ കഞ്ഞിയും പയറും എന്നുള്ള സാധനം ഇന്നൊരു വിശിഷ്ട വിഭവമായി മാറി. വല്ലപ്പോഴും കിട്ടുന്നൊരു സാധനമായി മാറി. കഞ്ഞിയും പയറും കപ്പപ്പുഴുക്കും കഴിച്ചിരുന്ന മനുഷ്യരൊക്കെ അതൊക്കെ ഒരു വിശേഷപ്പെട്ട വിഭവങ്ങളായി വല്ലപ്പോഴും കഴിക്കുന്നവരായി. നൂഡിൽസും ബർഗറും ഒക്കെ സാധാരണ ഭക്ഷണവും കഞ്ഞിയും പയറും ഒക്കെ വിശേഷ ദിവസങ്ങളിലെ ഭക്ഷണമായിട്ട് മാറി. എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്തായിരിക്കും? എഡ്യൂക്കേഷനിൽ ആണ് വലിയ ചേഞ്ച് വരാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരേണ്ടതും വരേണ്ടിയിരുന്നതുമായ സ്ഥലം എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ കാലത്തിനനുസരിച്ച് നമ്മുടെ പൗരന്മാരെ രൂപപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ നാടിന് എന്തെല്ലാം കുറവുകളുണ്ടോ അതിന്റെ എല്ലാം കാരണം എന്താണ്? എഡ്യൂക്കേഷനിലൂടെ ഒരു സമൂഹത്തെ മോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല വേണ്ട രീതിയിൽ. ഒരു ആഗോള പൗരനാക്കി നമ്മുടെ പുതുതലമുറയെ മാറ്റി പൗരബോധമുള്ള, സാമാന്യബോധമുള്ള, യുക്തിബോധമുള്ള മനുഷ്യരാക്കി മാറ്റാൻ ഇന്നും കഴിയുന്നില്ല. ഇന്നും നോക്കൂ, നമ്മുടെ ജനങ്ങൾ ഏതെല്ലാം അന്ധവിശ്വാസങ്ങളുടെ തടവറയിലാണെന്ന്. ഈ കഴിഞ്ഞ ഒരു മാസത്തെ പത്രങ്ങൾ എടുത്ത് വായിച്ചാൽ പോലും എത്ര അധമമായ അന്ധവിശ്വാസങ്ങൾ. അതിന്നും മനുഷ്യന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങളെ തൊഴുതു നിൽക്കുന്ന ഭരണ സംവിധാനം. ഇതിനൊക്കെ എന്നാണ് മാറ്റം വരിക? എന്നിട്ടാണോ നമ്മൾ പ്രബുദ്ധരെന്ന് നമ്മളെ തന്നെ വിളിക്കുന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഉണ്ടാവണം. ലൈഫ് സ്റ്റൈൽ ഒത്തിരി മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാമ്പ് മാറുന്നില്ലെങ്കിലും ഉപരിപ്ലവമായ കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. പുറമേ ഉള്ളതെല്ലാം നമ്മുടെ മാറുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം ശരിയായ രീതിയിൽ ഇനിയും ഒരു പരിണാമത്തിന് വിധേയമാകേണ്ടതുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ട്രാവൽ കൾച്ചർ ആണെങ്കിലോ? ട്രാവൽ കൾച്ചറിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. യൂത്തിന്റെ വലിയ ഡ്രീമുകളിലൊന്ന് ട്രാവലായി മാറി. 3 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അത് 1 നേരമായിട്ട് കുറച്ചിട്ടാണെങ്കിലും യാത്ര ചെയ്യണം എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് യുവതലമുറ മാറി. ടോട്ടൽ കൾച്ചറിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇവിടെ പെരുമാറുന്ന രീതി വലിയ തോതിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഒരു സംസ്കാരചിത്തരായി പെരുമാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു ബൈറ്റ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു കാര്യമില്ലെങ്കിൽ അയാളെ തെറി വിളിക്കലായിരിക്കില്ലേ ആദ്യത്തെ കമന്റ്? അതാണോ സംസ്കാര സമ്പന്നരായ ഒരു ജനസമൂഹത്തിന്റെ പ്രവർത്തന രീതി? നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമന്റാണ് ഒരു മനുഷ്യന്റെ മനോഭാവം. അവൻ ആരെയും പേടിയില്ലാതെ അവൻ യഥാർത്ഥത്തിൽ എന്താണോ എന്നുള്ളത് വെളിവാക്കുന്നൊരു സ്ഥലമാണ് ഫേസ്ബുക്കിൽ. ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഒരു അളിഞ്ഞ കമന്റുകൾ കൂടുതൽ വരുന്നത്, അല്ലേ? അവിടെ ഒരു സിനിമാ താരം, അല്ലെങ്കിൽ ഒരു ഗായകൻ, അല്ലെങ്കിൽ ഒരു കലാകാരൻ, അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയെ പ്രതിഭ തെളിയിച്ച ഒരാള്, എന്തുമാവട്ടെ, അയാളെ നമുക്ക് വിമർശനം ഉണ്ടാകും. വിമർശിക്കേണ്ട ഒരു രീതിയിലോ
ആ നമ്മളുടെ ഒരു സാംസ്കാരിക, നമ്മൾ ഈ പറഞ്ഞ ആ ഉന്നത്യത്തിൽ നിന്ന് വിമർശിക്കുന്നയാള് അയാൾ അതിനേക്കാൾ ഉന്നത്യത്തിലാണെന്ന ചിന്തയിലാണല്ലോ അത്തരം വിമർശനങ്ങൾ ഉണ്ടാക്കുന്നത്. അതോ പ്രകടമാക്കുന്ന രീതിയിലാണോ, അതോ പച്ചത്തെറിയാണോ അവിടെ എഴുതി വെക്കുന്നത്? ഈ വർഷം MBIFL എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഇത്തവണ വളരെ സജീവമായ ഒരു ക്യാമ്പസാണ് ഫീൽ ചെയ്യുന്നത്. കനകക്കുന്ന് ശരിക്കുള്ള കനകക്കുന്നായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പുറത്ത് കലാപരിപാടികൾ നടക്കുന്നു, ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പങ്കെടുത്ത പരിപാടിയുടെ ഓഡിറ്റോറിയം തന്നെ നിറഞ്ഞു കവിഞ്ഞ് എനിക്ക് തോന്നുന്ന ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. വളരെ ആവേശം നൽകുന്ന കാഴ്ചകളാണ് അതൊക്കെ. ഓരോ വർഷവും ഇത്തവണ നമ്മുടെ തീം എന്ന് പറയുന്നത് കറണ്ട് ഓഫ് ചേഞ്ചസ് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ ഓഡിയൻസിൽ നിന്നും ക്വസ്റ്റ്യൻസിൽ നിന്നും ഒക്കെ കുറച്ചും കൂടെ ബൗദ്ധിക തലത്തിലൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ ബൗദ്ധിക തലത്തിലുള്ള മാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ തലമുറ മാറ്റത്തിന്റെ ഒരു സൂചന കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആളുകൾ ഓരോ 2 വർഷം കഴിയും തോറും ഇപ്പോൾ തലമുറ മാറിക്കൊണ്ടിരിക്കുക. അത് സാധ്യമാകുന്നത് എനിക്ക് തോന്നുന്നത് ഈ മൊബൈൽ ഫോണിന്റെ വെർഷൻസ് മാറുന്നത് പോലെ തന്നെ നമ്മളുടെ മനോഭാവവും മാറിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു മൊബൈലിലെ ഫീച്ചേഴ്സ് കൂടി വരുമ്പോൾ നമ്മളുടെ സ്വഭാവങ്ങളിൽ പുതിയ ചില ഘടകങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബൗദ്ധികമായ മാറ്റം എല്ലാ വർഷവും ഉണ്ടാകേണ്ടത് തന്നെയാണ്. കാരണം പുതിയ തലമുറ എന്നത് പണ്ടൊക്കെ 20 വർഷം കൂടുമ്പോഴോ 30 വർഷം കൂടുമ്പോഴോ നമ്മൾ പറയുന്ന ഒരു വാക്കായിരുന്നെങ്കിൽ ഈ വർഷം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ഓരോ വർഷവും നമ്മൾ പറയേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുന്നു. ഇനി ഒരു 5 വർഷം എന്താണ് എന്തെങ്കിലും ഒരു കേരളത്തിന്റെ ഒരു ചേഞ്ച് ഇന്ന കാര്യത്തിൽ വന്നാൽ കേരളത്തിന് വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഏത് കാര്യത്തിലാണ്? അങ്ങനെ ഒരു കാര്യത്തിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായാലൊന്നും കേരളം നന്നാവില്ല. പല മേഖലകളിൽ ചേഞ്ച് ഉണ്ടാകണം. ഇൻഫ്രാസ്ട്രക്ചർ, മനുഷ്യന്റെ പൗരബോധം, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖല, ടൂറിസത്തിന് വേണ്ട വൃത്തി, സൗന്ദര്യബോധം, ഇങ്ങനെ പല കാര്യങ്ങൾ ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ ഇനി വളർച്ചയ്ക്കുള്ള സാധ്യതയുള്ളൂ. താങ്ക് യു സർ. ഇനിയും കാണാൻ പറ്റട്ടെ. താങ്ക് യു. വീണ്ടും അടുത്ത വർഷം നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും.